നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണ പുതുക്കി നാളെ ബലിപെരുന്നാൾ. UAE-യിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും അടയാളം കൂടിയാണ് ബലിപെരുന്നാൾ. തക്ബീർ ധ്വനികളും പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ബലിപെരുന്നാൾ ആചരിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന അനുസരിച്ച് ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ആൽഫ കുടുംബാംഗങ്ങൾക്കെല്ലാം ചെയർമാൻ KM നൂറുദ്ദീൻ പെരുന്നാൾ ആശംസകൾ നേർന്നു. പെരുന്നാൾ പ്രമാണിച്ച് ആൽഫ സെന്ററുകൾക്ക് നാളെ അവധിയാണ്. ആൽഫ എടമുട്ടം ഹോസ്പീസ് സ്റ്റാഫ് അംഗങ്ങൾ ഏകദിന വിനോദയാത്ര നടത്തി. കൊച്ചി വണ്ടർലായിലേക്ക് നടത്തിയ യാത്രയിൽ 52 പേർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ പുറപ്പെട്ട സംഘം റൈഡുകളിലെല്ലാം പങ്കെടുത്തതിനു ശേഷം രാത്രി 10 മണിയോടെയാണ് തിരിച്ചെത്തിയത്. ദീർഘനാളത്തെ രോഗീ പരിചരണത്തിനിടയിൽ മാനസികോല്ലാസത്തിനായി ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്തിയ സംഘം പുതിയ ഉന്മേഷത്തോടെയാണ് തിരികെ ജോലികളിലേക്ക് എത്തിയത്. ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു, സീനിയർ നഴ്സ് സിസ്റ്റർ ബേബി രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 30-ന് ആൽഫ മാള സെന്ററിൽ നടത്തുന്ന കരൾ രോഗ പരിശോധനാ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും യോഗം സെന്ററിൽ ചേർന്നു. പ്രസിഡന്റ് AA അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ലിസി ജോണി, ഡോക്ടർ രാജു വർഗീസ്, ഷീല ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് വിജയമാക്കുന്നതിനുള്ള വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്ത യോഗം കൂടുതൽ പേരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു. തിരുവനന്തപുരം പിരപ്പൻകോട് UIT കോളേജിൽ പാലിയേറ്റീവ് കെയർ അവബോധ ക്ലാസ് നടത്തി. കോളേജ് പ്രിൻസിപ്പൽ താര ഉദ്ഘാടനം ചെയ്തു. NSS ഇൻചാർജ് ഷൈനി പരിപാടികൾക്ക് നേതൃത്വം നൽകി. 40 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പാലിയേറ്റീവ് കെയറിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രോഗബാധിതരോട് സമൂഹം എങ്ങനെ പെരുമാറണമെന്നും കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു വിശദീകരിച്ചു. SAPC ആരിഷ് ക്ലബിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനോദ്ദേശങ്ങളും കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി കൃഷ്ണ വിശദീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.